ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ആദ്യം അശ്വതി. കാരണം ചതയം ചിങ്ങമാസ ചതയമല്ല, കന്നിയിലെ ചതയമാണ്. പക്ഷെ 4 ഓണം കൂടിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ തലമുറയ്ക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ നമ്മുടെ അവിടെയൊക്കെ ഈ കുംഭഭരണി ചെറ്റുളങ്ങര വലിയ ഉത്സവമാണ്. നമ്മൾ ഈ കുംഭഭരണിയുടെ ആഘോഷം തുടങ്ങുന്ന ശിവരാത്രി ദിവസമാണ്. ശിവരാത്രി കഴിഞ്ഞ് 7ാം നാൾ കുംഭഭരണി എന്നായിരുന്നു കൺസെപ്റ്റ്. പക്ഷേ പല വർഷങ്ങളിലും കുംഭഭരണി കഴിഞ്ഞാണ് ശിവരാത്രി വരിക. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ, അതൊക്കെ നമുക്ക് എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തതക്കുറവ് പലർക്കും ഉണ്ട്. പക്ഷെ അത് കൃത്യമായി ഈ മേഖലയുള്ളവർക്ക് അറിയുകയും ചെയ്യാം. അത്തരത്തിലുള്ള ആളാണ് നമ്മുടെ പോയി എന്നുള്ളത് ശ്രീ ഹരി പത്തനാപുരം. ഹരി, സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസ. അടിപൊളി ഷർട്ടാണല്ലോ എന്റെ പൊന്നെ, തിളങ്ങിയിരിക്കുന്നത്. അതെ, എങ്ങനെയുണ്ടായിരുന്നു ഹരിച്ചേട്ടാ ഓണം? കുഴപ്പമില്ല, ഇപ്രാവശ്യം നല്ല ഒരു ഓണമായിരുന്നു. എല്ലാ വർഷവും വീട് വെച്ച ശേഷമുള്ള ആദ്യത്തെ ഓണം അല്ലേ ഹരി? അതെ, വീട് വെച്ച ശേഷമുള്ള ആദ്യത്തെ ഓണമായിരുന്നു. നല്ല ഗംഭീരമായിട്ട് വീട്ടില് സദ്യയൊക്കെ ആയിട്ട് ആഘോഷിച്ചു. അപ്പൊ നമുക്ക് ഹരി ഓണം ആഘോഷിച്ചത് അതിഗംഭീരമായാണ്. ആ ഒരു ഹരി ഫേസ്ബുക്കിലിട്ട കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അതിലേക്കൊന്ന് പോകാം. ഹരിയുടെ പാട്ടൊക്കെ അതിൽ പാടുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ശരി ഹരി, ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങൾ വരും. അതാണ് ഹരി അവിടെ എന്താണ് ഗാനമേളയായിരുന്നു ഹരി അവിടെ? അതെ, ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഒരു ക്രിസ് പുനലൂർ എന്ന് പറഞ്ഞൊരു അനുഗ്രഹീതനായിട്ടുള്ള ഒരു ഗായകൻ, അദ്ദേഹം വളരെ മനോഹരമായി പാടി. അപ്പം ഞാൻ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്, പാടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും പോയി ജോയിൻ ചെയ്തു എന്നുള്ളൂ. അതെ, ഒരു പാട്ട് പാടിയാലോ ചേട്ടാ? എന്തോ ഒരു പാട്ട് പാടിയാലോ നമുക്ക്? പാതകം വേണോ? അത്ര വേണോ? ഒരു 2 വരി പാടാം. അല്ല, ഒരു 2 വരി പാടാം, നമ്മുടെ പ്രേക്ഷകരങ്ങ് സഹിച്ചോളൂ. ഞാൻ ശരിക്കും ഒരു ന്യൂസിനോട് ആദ്യമായിട്ട് പറയുകയാണ്, ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെ, എന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പാട്ട് പാടുക എന്നുള്ളത്. അപ്പൊ ഈ അടുത്ത സമയത്താണ് ഞാൻ പരിചയപ്പെട്ട ഒരു കുട്ടി. അദ്ദേഹം നമ്മള് പണ്ട് സിസേറിയൻ എടുക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് പ്രസവിച്ച ഒരു കുട്ടിയുണ്ട്. ചിന്ന ആശി ചിറകടിക്കും ആശി എന്ന പാട്ട് പാടിക്കൊണ്ട് പ്രസവിച്ച കുട്ടി. അദ്ദേഹമാണ് അത് എന്റെ അധ്യാപിക. അത് എന്നെ ഓൺലൈനിൽ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരു പാട്ട് 4 വരി ഞാൻ പാടാം, പക്ഷെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം. അധ്യാപികക്ക് നാണക്കേട് ഉണ്ടാക്കാതെ പാടിക്കോളൂ. തേനും വയമ്പും നാവിൽ കൂകും വാദം പാടി, തേനും വയമ്പും നാവിൽ കൂകും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ കൂകും വാനം പാടി. കൊള്ളായിരുന്നു. കുഴപ്പമില്ലാന്ന് വിലയിരുത്തൽ. ഇപ്പൊ പാട്ടാണ് ഓൺ എയറിൽ കയറിയ പാട്ട് പാടുക, കൂടെ പിടിച്ചു നിൽക്കാൻ ഞങ്ങളൊക്കെ പാടുപെടുകയാണ്. പിന്നെ ഹരിയുടെ വേറൊരു പ്രത്യേകത കൂടെ അശ്വതി കേൾക്കണം. 20ാം തീയതി റിലീസാവുന്ന ഒരു സിനിമയിൽ ഹരി ഒരു റോൾ ചെയ്തു. ഗായകൻ, നടൻ, സകലകലാ വല്ലഭൻ. ആ സിനിമയുടെ സ്റ്റിൽസ് നമ്മള് കൊടുക്കുന്നുണ്ട്. ഹരിയുടെ ഞാൻ FB-യിൽ എടുത്താണ്. ആ വേഷം ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഹരി, ജ്യോതിഷനായിട്ട് തന്നെയാണോ അതില്? അതെ, പക്ഷെ ഹരി പത്തനാപുരം എന്ന ജ്യോതിഷനായിട്ടല്ല. എന്റെ ക്യാരക്ടറിലെ മാനരിസങ്ങളല്ല അതിലുള്ളത്. മറ്റൊരു കഥാപാത്രമായി അത് വിഷ്ണു മോഹൻ എന്നോട് പറഞ്ഞു, ഹരി ഇതിലൊരു ജ്യോത്സ്യന്റെ വേഷമാണുള്ളത്, അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ചിലപ്പം ഹരിയുടെ ഇമേജിന് കോട്ടം തട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിഷ്ണു, ആ ജ്യോത്സ്യന്റെ പേര് ഹരി പത്തനാപുരം എന്നല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാൻ റെഡിയാണ്. ഹരി പത്തനാപുരം എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ജ്യോതിഷൻ ഇട്ടേക്കുന്ന ഷർട്ട് കണ്ടാൽ ആരാണ് ഹരി പത്തനാപുരം എന്നും ഈ സിനിമയിൽ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടാൽ ആരാണ് ജ്യോതിഷൻ, അതിന് വ്യത്യാസമുണ്ട്. കാരണം നേരത്തെ നമ്മൾ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് അശ്വതി പറയാം നവയുഗ, എന്താ ഉദ്ദേശിച്ചത്? നവയുഗ ജ്യോത്സ്യൻ. ഞാൻ പറഞ്ഞത് പുതിയ യുഗത്തിന്റെ ജ്യോത്സ്യനാണ്. നവയുഗ ജ്യോത്സ്യൻ എന്നാണ് അശ്വതി എന്നോട് ഹരിയെ കുറിച്ച് വിശേഷിപ്പിച്ചത്. പക്ഷെ അതുകൊണ്ട് ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട്. ഫേസ്ബുക്ക് തുറന്നാൽ ഹരിയുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കില് സോഷ്യൽ മീഡിയ കണ്ട താഴെ തെറിയുടെ ദൂരമാണ്. അത് ആരാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത്? എനിക്കൊന്ന് ആരാധനകളെ കുറിച്ച് ശത്രുക്കൾ ഉണ്ടാവും അല്ലേ ഹരി? ഇപ്പോ അല്ല, നിലപാട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് പലപ്പോഴും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുന്നത്? നിങ്ങളുടെ നിലപാടുകൾ പലപ്പോഴും വെളിപ്പെടുത്തുമ്പോഴാണ്.
നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ മിണ്ടാണ്ടിരുന്നിട്ട് അതായത് ജ്യോതിഷത്തിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളോടൊപ്പം ചേർന്നിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് പോവാം. പക്ഷെ ഇതെന്റെ കുലത്തൊഴിലായതുകൊണ്ട് അതിലെ അത്തരം ചൂഷണങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എതിർപ്പുള്ള ആളുകൾ ഉണ്ടാകും എന്നും നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പൊ നമുക്കറിയാം ഇന്ന് ചതയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ മുന്നോട്ട് വരുമ്പോ സ്വാഭാവികമായിട്ട് അന്നത്തെ കാലത്ത് അദ്ദേഹവും ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം വന്ന ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ നമ്മൾ ചില രീതികൾ ഇങ്ങനെയാണ് എന്ന് പഠിച്ചു വെച്ചെടുത്ത് അതങ്ങനെയല്ല, അതിനെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല എന്ന് പറയുമ്പോൾ ശത്രുക്കളുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കണം. അത് വെറുതെ ഇരുന്നാല് അത് വരില്ലല്ലോ. നമുക്കപ്പം ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. സിനിമയെ കുറിച്ച് പറയണത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? പിന്നെ ഇത് നെഗറ്റീവ് റോളാണെന്ന് പറഞ്ഞു. അപ്പൊ തട്ടിപ്പുകാരനായിട്ടുള്ള ജോത്സ്യനാണോ അതിൽ? അല്ലല്ല, അങ്ങനത്തെ തട്ടിപ്പുകാരനുള്ള ജോത്സ്യൊന്നുമല്ല ഞാൻ പറയാം. അതിന്റെ കാര്യം ഞാൻ പറയാം. കൊല്ലത്ത് ഒരു ജോത്സ്യനെ പിന്നെ ഒരു കേസിൽ പിടിച്ചു. എല്ലാം കൂടെ വന്നപ്പോ എന്റെ ഹരിയാണ് എന്ന് പറഞ്ഞു കുറച്ച് പ്രചരണങ്ങൾ വന്നു. അപ്പൊ ഞാൻ ഹരിയെ വിളിച്ച് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ എന്റെ ഹരി? അതെന്താ വെച്ചാല് അതിന്റെ കഥ പറയാം. ഏതോ ഒരു ജോത്സ്യനെ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്തിട്ട് ഒരു പെൺകുട്ടി കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് പൈസ സ്വർണം 13 പവന്റെ ആഭരണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ആർക്ക് അന്നേരം കുഴപ്പമില്ല. പക്ഷെ ഈ ജോത്സ്യനെ പിടിച്ചപ്പോ നിങ്ങളടക്കമുള്ള മെയിൻ ചാനൽ കൊടുത്ത ലീഡ് എന്താ പറയാ, കൊല്ലത്തുള്ളൊരു ജ്യോതിഷിയെ മയക്കി കിടത്തി സ്വർണ്ണടിച്ചു പോയത്. ഈ രഞ്ജിത്ത് രാമേന്ദ്രൻ അടക്കം എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് ഒന്നും ചോദിക്കുന്നില്ല. എനിക്ക് മനസ്സിലായി ഇവല്ലോ ആളോടെ എല്ലാം ഉദ്ദേശിക്കില്ലേ, ചോദ്യം ചോദിക്കാതെ തന്നെ മനസ്സിലായി. അതെ, എനിക്കിത് ഞാനല്ലെന്ന് പറയുകയും വേണം. എന്നാ ഞാൻ കയറി ഫേസ്ബുക്കിൽ ഇരുന്ന് ഞാനല്ലെന്ന് പറഞ്ഞ താഴെ ഒത്തപ്പോ നീ ആണല്ലേ. അവസ്ഥയാണത്. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞൊരു വലിയ ഡയലോഗ് ഉണ്ട് കേട്ടോ. രഞ്ജിത്ത് എനിക്ക് വോയിസ് അയച്ചു. ഇത് പറഞ്ഞു, ഹരി ഇത് നീ അല്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ ചെന്നങ്ങനെ അല്ല, നിന്നെ ഇടിച്ചു പിഴിഞ്ഞാൽ ഒരു വലിയ സ്വർണ്ണം കിട്ടത്തില്ലല്ലോ. ഞാൻ 5 പവന്റെ മാല ഉണ്ടായിരുന്നു ആ ജോത്സ്യന്റെ കയ്യിൽ. ഇത് വന്ന് വീട് വെക്കാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ ഓടി നടക്കുന്ന സമയമാണ് അല്ലേ ഹരി? അതെ അതെ, പൈസ ഇല്ലാതെ. അതെ, അപ്പോഴാണ് ഞാൻ സ്വർണ്ണം എടുത്ത പരിപാടി ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായി. അല്ല, സിനിമയിലേക്ക് വരാം. സിനിമ കഥ ഇന്ന് വരെ എന്ന സിനിമയാണ്. ബിജു മേനോൻ അതുപോലെ മേതിൽ ദേവിക ആദ്യമായി സിനിമയിലേക്ക് വരുന്ന പടമാണ്. മേപ്പടിയാൻ ഡയറക്ട് ചെയ്ത വിഷ്ണു മോഹനാണ് സിനിമയുടെ സംവിധായകൻ. പിന്നെ നേരത്തെ ചോദിച്ചാൽ തട്ടിപ്പ് ജോത്സ്യൻ അങ്ങനത്തെ കഥയൊന്നും അല്ല. ഞാൻ പറഞ്ഞാണ് വേറൊരു പേരിൽ ജോത്സ്യനായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞത് ഞാനല്ല എന്നുള്ളത് മറ്റൊരു പേരിലാണ് അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു പ്രണയത്തിന്റെ ഒരു കഥയാണ്. എല്ലാവരും കാണുന്ന ഒരു സിനിമയാണ്. വളരെ പഴയകാല ഒരു പ്രണയം കൃത്യമായി അഭ്രപാളികളിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ കുറെ സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സിനിമയാണ്, കാരണം അവർക്ക് ആവശ്യമെന്ന് തോന്നിയാൽ സീനുകൾ കട്ട് ചെയ്ത് കളയാം. അപ്പോ അതുകൊണ്ട് ഞാൻ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. പോയി എല്ലാവരും തിയേറ്ററിൽ കാണുക. അല്ല, നമ്മളെന്തായാലും അഭിനയിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് പറയാം. ഹരി ആദ്യമായിട്ടല്ല, ഇതിനു മുൻപ് 1-2 സിനിമകളിൽ ചെറിയ റോളാണ്. ഇത് കുറെ സീനുകളുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ. ഹരിച്ചേട്ടാ, ഞാൻ ഈ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഭയങ്കര ചേട്ടനോട് സംസാരിക്കുമ്പോൾ തോന്നുന്നൊരു വൈബ് ഉണ്ട്, അതൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അതായത് ഈ നമ്മൾ കണ്ടുവന്ന രുദ്രാക്ഷമൊക്കെ ഇട്ട് ഭസ്മക്കുറിയൊക്കെ ഇട്ട അല്ലെ ഷർട്ട് ഇടാത്ത ജ്യോത്സ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായ താങ്കൾക്കുള്ളൊരു പ്രത്യേകത ഞാൻ കണ്ടത് ഒരു നർമ്മബോധമാണ്. അത് ചോദിക്കുന്നത് ഹരി ആളുകളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും ഹരിയുടെ പല കഥകളിലൂടെയും അനുഭവത്തിലൂടെയും ഒക്കെയാണ്. അത് ഗുണം ചെയ്യുന്നുണ്ടോ ചേട്ടാ ഈ കാലത്തെ ഒരു ജ്യോതിഷ എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും എനിക്കതിൽ വളരെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഫേസ്ബുക്കിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ശതമാനം ആളുകളുണ്ട്. പക്ഷെ ഇവരാരും എന്നെ വന്ന് കണ്ടിട്ടോ എന്നോട് സംസാരിച്ചിട്ടോ ഉള്ള ആളുകളല്ല. ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ ജ്യോതിഷ നിയമങ്ങളിൽ നിന്നാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ പച്ച മലയാളത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഒരാളെ പോലും ഭയപ്പെടുത്തി. ശ്രീ രഞ്ജിത്തിനൊക്കെ നല്ലതുപോലെ അറിയാം. എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള, എനിക്ക് മിണ്ടാണ്ടിരിക്കുന്നതാണ് കൂടുതൽ ഗുണം, കാരണം നല്ല പൈസ ഉണ്ടാവും. പക്ഷെ ഒരാളെ പോലും ഇന്നീ നിമിഷം വരെ പേടിപ്പിച്ച് പണം ഉണ്ടാക്കുക എന്ന കാര്യത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ എന്റെ നിലപാടുകൾ കൊണ്ട് ഭയങ്കര ഗുണമുണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു അമ്മ വന്ന് പറഞ്ഞാണ് ധൈര്യപൂർവ്വം ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോ, കേരളത്തിന് പുറത്താണ്, അവിടെ തിരുമേനി അമ്മയുടെ മകളുടെ നാള് പറഞ്ഞ അർച്ചന ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഈ തിരുമേനി തട്ടി വീഴാൻ പോയി. അദ്ദേഹം പെട്ടെന്ന് വന്ന് അമ്മയെടുത്ത് പറഞ്ഞു, ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകൾക്ക് വളരെ മോശമാണ്. അപ്പൊ ചോദിച്ചു, എന്തു പറ്റി? അത് ഞാൻ തട്ടി വീഴാൻ പോയി കണ്ടില്ലേ, വലിയ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, തിരുമേനി തട്ടി വീഴാൻ പോയി തിരുമേനിയുടെ ദോഷം കൊണ്ടാണ്, തിരുമേനിയാണ് പരിഹാരം ചെയ്യേണ്ടത്, എന്റെ മകൾക്ക് എന്തിനാണ് പരിഹാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചത് ശരിക്കും ഞാൻ കൊടുക്കുന്ന ഒരു ധൈര്യമാണ്. നമ്മളുടെ ആചാരം എന്ന് പറയുന്നത് ആരെയും ഭയപ്പെട്ട് ജീവിക്കാനല്ല. ദൈവത്തെ പോലും നിങ്ങൾ ഭീതിയോടെ കാണുന്നില്ല. ഇപ്പൊ കൃഷ്ണനെ പോലും നമ്മള്
പിന്നെ സ്നേഹിക്കുന്നവരുണ്ട്, പ്രണയത്തോടെ കാണുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്. അല്ല ദൈവത്തെ പേടിച്ച് അങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചില ക്ഷേത്രങ്ങൾ, ഇപ്പൊ രഞ്ജിത് രാമചന്ദ്രന്റെ വീടിനടുത്തുള്ള ചെട്ടികുളങ്ങര അമ്മ എന്ന് പറഞ്ഞാൽ രഞ്ജിത് രാമചന്ദ്രനൊക്കെ അതൊരു അമ്മയാണ്, മാതാവാണ്, വൈകാരികമായ അടുപ്പമാണ്. അപ്പൊ ആ അമ്മ കോപിച്ചിരിക്കുന്ന അമ്മ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടില്ല ഹൈന്ദവർ. ആണ് എന്റെ കോൺസെപ്റ്റ്. നമ്മള് ഈ ചിങ്ങമാസത്തിലെ എന്താണ് ചതയവും കന്നിമാസത്തിലെ ചതയം, ഞങ്ങൾ അത് പറഞ്ഞു തുടങ്ങുകയായിരുന്നു. അപ്പൊ ഈ ചതയത്തിന് വ്യത്യാസം ഉണ്ടല്ലോ ഇത്തവണത്തെ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് നമ്മളുടെ ഹൈന്ദവ രീതികൾ വെച്ചിട്ട് ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു സാധനം അല്ല എടുക്കുന്നത്. അത് ഇംഗ്ലീഷ് തീയതിയിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളുടെ പിറന്നാൾ അത് രണ്ടു തരത്തിലാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേറെ, പിറന്നാൾ വേറെ. പിറന്നാൾ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച മലയാള മാസത്തിലെ നക്ഷത്രം വരുന്ന ദിവസമാണ് നമ്മൾ പിറന്നാളായി എടുക്കേണ്ടത്. ഇന്ന് പലർക്കും അതറിയില്ല. ശരിക്കും ഞാൻ പോലും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് പലപ്പോഴും ബർത്ത്ഡേ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷെ എന്റേത് മീനമാസത്തിലെ ഉത്രട്ടാതി വെച്ചിട്ടാണ് പിറന്നാൾ എന്ന നിലയിൽ എടുക്കേണ്ടത്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ 1985 ഓഗസ്റ്റ് മാസം 28-ാം തീയതി, അതായത് ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്ര ദിവസമാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഇത്തവണ ചിങ്ങമാസത്തിലെ ചതയം ഓണത്തിന് മുമ്പാണ് വന്നത്. ഇന്നത്തെ ചതയം എന്ന് പറയുന്നത് കന്നിമാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പം തിരുവോണവുമായി കണക്ട് ചെയ്ത് തിരുവോണം കഴിഞ്ഞു വരുന്ന ചതയം എടുക്കണം എന്നല്ല, ചിങ്ങമാസത്തിൽ എന്നാണോ ചതയം വരുന്നത് അന്ന് വേണം ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം ആഘോഷിക്കാൻ എന്നുള്ളതാണ്. അത് ആ ഒരു ഹൈന്ദവ ആചാരങ്ങളുടെ തുടർച്ചയാണ്. പല കാര്യങ്ങളും അങ്ങനെ. ഇപ്പൊ അഷ്ടമി രോഹിണി, നമ്മൾ പണ്ടൊക്കെ തിരുവോണം കഴിഞ്ഞു വരുന്ന രോഹിണിയാണ്. പക്ഷെ ഇത്തവണ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല. ശരിയാ. ഈ ചിങ്ങത്തെ കുറിച്ച് എനിക്ക് ചോദിക്കാനില്ല. ചിങ്ങം എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും പോസിറ്റീവാണ്. വീട് പാല് കാച്ച ചിങ്ങത്തിലായിരിക്കും, കല്യാണം ചിങ്ങത്തിലായിരിക്കും, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളെല്ലാം ചിങ്ങത്തിലേക്ക് മാറ്റിവെക്കുന്ന മലയാളി അല്ലെ? എന്തുകൊണ്ടാണ് ഈ ചിങ്ങത്തിന് ഇത്ര പ്രത്യേകത? കന്നിക്ക് എന്താ കുഴപ്പം? ഇന്നോട്ട് കന്നി തുടങ്ങിയാണ്, അല്ലെങ്കിൽ ഈ കല്യാണങ്ങൾ ഇന്നോട്ട് പറയും നമ്മുടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഈ സീസൺ അല്ല എന്ന് പറയും. ഇവിടെ ഫോട്ടോഗ്രാഫർമാര് കല്യാണത്തിന് സമയം കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ എന്താണ് ഈ മാസങ്ങൾക്ക് അങ്ങനെ ഒരു ഐത്തം കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ഹരി? അല്ല, അയിത്തം എന്നുള്ളതല്ല ഞാൻ എപ്പോഴും നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ കന്നിയും കർക്കടകവും ധനുവും കുംഭവും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വിവാഹത്തിന് കഴിവതും മാറ്റിവെക്കാറുണ്ട്. ചിങ്ങത്തിന്റെ പ്രത്യേകത ഒന്ന്, പണ്ട് മുതൽ തന്നെ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പണ്ട് അടിയാൻ ജന്മി എന്നുള്ള വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലത്ത് ഈ കൊയ്ത്ത് നടക്കുന്നതൊക്കെ ഈ ചിങ്ങമാസങ്ങളിലാണ്. അപ്പൊ കൊയ്ത്ത് നടക്കുമ്പോ അന്ന് എല്ലാവരുടെ കയ്യിൽ പണമുണ്ട്, എല്ലാവർക്കും ശമ്പളം കിട്ടും, എല്ലാവർക്കും ഈ കൊയ്ത്തിന്റെ നെല്ലിന്റെ ഭാഗമൊക്കെ കിട്ടുമ്പോ എല്ലാവർക്കും സമൃദ്ധിയാണ്. അപ്പൊ സമൃദ്ധി എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടാണ് ഈ ചിങ്ങമാസത്തിന് അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം 8-ാം തീയതി ചിങ്ങമാസത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് വിവാഹം നടക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു സെപ്റ്റംബർ 8. ശരിക്കും ജ്യോതിഷപരമായി ചിന്തിച്ചാൽ മറ്റു മുഹൂർത്തങ്ങൾ പോലെ തന്നെ മാത്രമേ ചിങ്ങമാസത്തിലെ 8-ാം തീയതി, അതായത് സെപ്റ്റംബർ 8-ാം തീയതിയുള്ള ആ മുഹൂർത്തത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലെ പ്രശ്നം എന്താ വെച്ചാൽ ഓണത്തിന് എല്ലാവരും ലീവിന് വരും, ആ സമയത്ത് എല്ലാവരും നാട്ടിലുണ്ടാവും, കുട്ടികൾക്ക് അവധിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം അത്രയേറെ കല്യാണങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതെ, എന്ന് വെച്ചപ്പോ അടുത്ത സെപ്റ്റംബർ 8-ാം തീയതി ഇത്ര പ്രാധാന്യം വരണമെന്നില്ല. കാരണം അത് ഓണമൊക്കെ മാറും, അവധികൾ മാറും, മനസ്സിലായോ? ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് ഒരു പ്രാധാന്യം വരുന്നത്? നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കിട്ടുന്ന രീതികൾ അനുസരിച്ചാണ് പ്രാധാന്യം വരുന്നത്. ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബാണ്. ഓണം എന്ന് പറയുമ്പോൾ ഒരു വൈബാണ്. ഓണക്കോടി എടുക്കുക, അത്തപ്പൂക്കളങ്ങൾ ഇടുക, പിന്നെ ഓണസദ്യ, അതൊരു മാനസികമായ നമ്മുടെ സന്തോഷം കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ചിങ്ങത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ചിങ്ങം നമ്മളിപ്പം വലിയ ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ വിചാരിക്കും ചിങ്ങമാസം വരുമ്പോൾ സന്തോഷമാണ്, ചുറ്റും എല്ലാവർക്കും സന്തോഷമാണ്. അത് നമ്മുടെ ജീവിതക്രമത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല. കാരണം ബാക്കി മാസങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ബാക്കി മാസങ്ങളൊക്കെ ചിങ്ങം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഗംഭീരമാവും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറഞ്ഞു. അതിന്റെ സന്തോഷം കഴിഞ്ഞ ഈ ചിങ്ങമാസം നമുക്ക് മനസ്സിലായി. ഈ ഓണക്കാലം ശരിക്കും നമ്മൾ ഒരു ദിവസം പോലും ടെൻഷൻ അടിച്ച് ജോലി ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളൊരു പ്രധാനമുണ്ട്. നമുക്ക് പല പോസിറ്റീവ് കാര്യങ്ങളും ചുറ്റുപാടും കാണുന്നതിന്റെ ഒരു മനസ്സുണ്ട്. ഞാൻ അതാ ചോദിക്കുന്നത്, നമ്മൾ തന്നെയാണോ നമ്മുടെ സമയം നല്ലതാക്കുന്നതും മോശമാക്കുന്നതും? അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അതായത് എപ്പോഴും ഒരു ആൾ ജ്യോത്സ്യന്റെ അടുത്തേക്ക് വരുന്നത് അയാൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ്.
ശരിക്കും എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ അവരവർക്കുള്ള സൊല്യൂഷൻസ് അവന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അവന്റെ ഇമോഷണൽ ഡൗൺ ആയി, ഇപ്പൊ ഞാൻ ഇമോഷണലി ഡൗൺ ആണെങ്കിൽ എനിക്ക് സൊല്യൂഷൻസ് വരത്തില്ല, ഞാൻ തകർന്നു നിൽക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു ആസ്ട്രോളജറുടെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ഇമോഷണലി അയാളെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കുക എന്നുള്ള ഒരു കടമ കൂടിയാണ് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഒരു ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും ഒരു ആസ്ട്രോളജർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പേടിയുണ്ട് എന്ന് കരുതുക. പേടിയുണ്ടപ്പോ ആ കുട്ടിക്ക് ഒരു പേന പൂജിച്ച് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം താൽക്കാലികമായി ആ കുട്ടിക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും കോൺഫിഡൻസും അതിലൂടെ കിട്ടും. പക്ഷെ പിന്നീട് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ, മോനെ പേന പൂജിച്ചാലും നിനക്കറിയാവുന്ന കാര്യങ്ങൾ, നീ പഠിച്ച കാര്യങ്ങൾ മാത്രമേ നിനക്ക് പേപ്പറിലേക്ക് പകർത്താൻ കഴിയൂ. പക്ഷെ നിനക്ക് പേന പൂജിച്ചതുകൊണ്ട് നിനക്ക് കിട്ടിയത് ഒരു കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു അബദ്ധം ഉണ്ടാവും. കാരണം അടുത്ത പ്രാവശ്യവും ടെൻഷൻ വരുമ്പോ പേന പൂജിച്ചാൽ എഴുതാൻ പറ്റുമെന്ന് ചിന്തിക്കും. അപ്പൊ അതൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നൽകുക എന്നുള്ളതാണ് ആസ്ട്രോളജറുടെ കർത്തവ്യം. തീർച്ചയായിട്ടും നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ്. നമ്മുടെ ഉള്ളിൽ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഇമോഷണലി ഡൗൺ ആണ്. ആ സമയത്ത് നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ചൂഷണം നടക്കുന്നത് അല്ലേ ചേട്ടാ? എക്സാക്ട്ലി. അങ്ങനെ എന്ത് പറഞ്ഞാലും കേൾക്കും, എന്ത് പറഞ്ഞാലും അത് ചെയ്യും. ആ സമയത്ത് എവിടെയാണ് ഇതിന് സൊല്യൂഷൻ എന്ന് ചിന്തിച്ച് നടക്കും. ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഈ ആസ്ട്രോളജിസ്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ ഓരോ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊരു പക്ഷെ മറ്റൊരാൾക്ക് ഒരു സൊല്യൂഷൻ ആയിരിക്കും. മറ്റൊരാള് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതില് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഹരിയെ ഒരുപാട് ആളുകൾ സമീപിക്കുന്നുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ എത്രക്കാരാണ് ഈ സമയത്ത് കൂടുതലായി ഈ കാലഘട്ടത്തിൽ ഹരിയിലേക്ക് വരുന്നത്? എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് കൂടുതൽ അഡ്രസ് ചെയ്യപ്പെടുന്നത്? ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എന്താ അറിയോ രഞ്ജിത്ത്, നമ്മൾ ഈ പ്രത്യേകിച്ച് ആസ്ട്രോളജറുടെ അടുത്തേക്ക് വരുന്നത് പല പ്രശ്നങ്ങളാണ്. അസുഖമുള്ളവർ വരും. ചില നമ്മൾ വലിയ വിഷമം തോന്നുന്ന കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടു പോയിട്ട് പിന്നീട് ഒരു അടുത്ത ദിവസങ്ങളിൽ വരുന്ന ആളുകളുണ്ട്. അവരെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളും വൈകാരികമായി ഒരു ടെൻഷനിൽ അകപ്പെടാറുണ്ട്. അത്തരം പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ ചില കുഞ്ഞു കാര്യമായിരിക്കും, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ആയിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് സൊല്യൂഷൻ വരില്ല. അപ്പൊ നല്ലൊരു ആസ്ട്രോളജർ അവർക്ക് കൃത്യമായി അവരെ ആദ്യം ചെയ്യേണ്ടത് ഹീലിംഗ് കൊടുക്കുക, അവർക്ക് സമാധാനം കൊടുക്കുക. ആവശ്യത്തിന് അതങ്ങോട്ട് കൊടുത്താൽ അവർ തന്നെ അപ്പൊ അവരുടെ സൊല്യൂഷൻസ് ഉണ്ടാക്കും. കാരണം എസ് രഞ്ജിത്തിനും അറിയാവുന്ന ഒരു കഥ കൂടി ഞാൻ പറയാം. എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് വിദേശത്ത് അദ്ദേഹത്തിന് ബിസിനസ്സിൽ കുറച്ച് തകർച്ച വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാര്യം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം ഇവൻ ആത്മഹത്യയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു, എനിക്ക് പേടി തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹരി ഞാൻ പറഞ്ഞു എന്ന് പറയല്ലേ എന്ന് പറഞ്ഞു. ഞാനപ്പോ അവനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞിങ്ങനെ എനിക്ക് വലിയ പ്രശ്നമാണ് എന്തൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയക്കാൻ പറഞ്ഞു. അപ്പൊ അവന്റെ ഹൊറോസ്കോപ്പ് നോക്കിയപ്പോ അവന് ജ്യോതിഷ നിയമം അനുസരിച്ച് കുറച്ച് സമയം മോശമാണ്. ഒരു സെപ്റ്റംബർ മാസത്തോടെയാണ് ആ സമയം മാറുന്നത്. ഈ വർഷത്തെ കാര്യമല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞടാ, നിനക്ക് സെപ്റ്റംബറിലാണ് സമയം മാറുന്നത്, ഇപ്പൊ വളരെ മോശം സമയമാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, നീ ഇപ്പോഴും പ്രവർത്തിക്കണം. നീ എന്ന് വെച്ചിട്ട് പ്രവർത്തിക്കാതിരിക്കണം, നീ ജോലി ചെയ്യണം. പക്ഷെ എല്ലായിടത്തുനിന്നും നിനക്ക് റിജക്ഷൻസ് ആയിരിക്കും. ആ റിജക്ഷൻ ആകുമ്പോഴും നീ മാക്സിമം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഓക്കെ പറഞ്ഞു. അവനൊരു കോൺഫിഡൻസ് ആയി. അവൻ അടുത്ത ദിവസം മാർക്കറ്റിംഗിലാണ്. അവനൊരു സ്ഥലത്ത് ചെല്ലുമ്പോ അവര് ഇന്ന് നടക്കത്തില്ല എന്ന് പറയുമ്പോ, അല്ലെ ഇതിപ്പോ നിങ്ങൾക്ക് തരില്ല എന്ന് പറയുമ്പോ നേരത്തെ അറിഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അവൻ ആ സമയത്ത് പറയും, സെപ്റ്റംബർ ആട്ടറാ വെച്ചിട്ടുണ്ടെന്ന് പറയും. കാരണം അവനൊരു പ്രതീക്ഷ സെപ്റ്റംബർ വെച്ചു. അവൻ വർക്ക് ചെയ്തു, മാക്സിമം വർക്ക് ചെയ്തു. കറക്റ്റ് സെപ്റ്റംബർ ആയപ്പോ അവന്റെ പ്രശ്നം തീർന്നു. രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ ജ്യോതിഷ നിയമം അനുസരിച്ചാണ് അവനോട് അത് പറഞ്ഞത്. പക്ഷെ ഇപ്പുറത്ത് അവന്റെ പ്രവർത്തനം അതിൽ ഭയങ്കരമായിട്ടുണ്ട്. അവൻ വർക്ക് ചെയ്തു. നേരത്തെ അവൻ ഒരു തവണ റിജക്ഷൻ വരുമ്പോൾ ഇമോഷണലി ഡൗൺ ആണ്. പക്ഷെ ഇപ്പോൾ അവൻ പ്രവർത്തിച്ചു. ഇത് ഞാൻ പറയുമ്പോഴാണ് ചിലപ്പോ താഴെ ഇയാൾക്ക് ജ്യോതിഷ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ജ്യോതിഷ നിയമമാണെന്ന് മനസ്സിലാക്കാൻ. ജ്യോതിഷികൾ പറയുന്ന സമയവും ജ്യോതിഷിയെ മാത്രമല്ല, സ്വയം നമ്മളും കൂടെ ജോലി ചെയ്താൽ മാത്രമേ നന്നാവാൻ പറ്റുള്ളൂ. ഹരിച്ചേട്ടന്റെ ഒരു ഏറ്റവും വലിയ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് ഒരു ഷോയില്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു ഷോയില് ഹരിച്ചേട്ടനോട് ഒരാൾ വിളിച്ചിട്ട് പറയും, ഞാൻ ചേട്ടന്റെ ഭയങ്കര ആരാധകനാണ്, സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ പറയൂ, അപ്പൊ എന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ ഈ പുള്ളി പറയും ഇന്നാണ് പേരെന്ന് പറയും. അപ്പൊ ചോദിക്കും, നിങ്ങള് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളല്ലേ?
അതെ സാർ, ഇത് എങ്ങനെ മനസ്സിലായി ചോദിക്കുമ്പോ സാധാരണ ജോലിച്ചിലും പറയാത്ത രീതിയിൽ പറയാണ്, അതെനിക്ക് ട്രൂ കോളറിൽ വന്നായിരുന്നു, ഇന്നയാള് കാറ്ററിംഗ് എന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പൊ അത്തരത്തില് രസകരമായിട്ട്, അതായത് തനിക്ക് അതിൽ വലിയ ചേട്ടന് വേണമെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കായിരുന്നല്ലോ, പുള്ളി അതെടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ആഘോഷിച്ചേനെ, ഞാൻ ഫോൺ ചെയ്തപ്പോ തന്നെ എന്റെ മേഖല അറിഞ്ഞു എന്നൊക്കെ. പക്ഷെ ആ രസകരമായ താങ്കളുടെ ആ ഒരു പറച്ചിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നർമ്മം വലിയ പ്രാധാന്യമുണ്ട് താങ്കളുടെ രീതിയിൽ നിന്നുള്ളതാണ്. അല്ല, ഇത് നർമ്മം എന്ന് പറഞ്ഞാൽ ഇവര് കുറെ ഹരിയുടെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട് അവിടെ പത്തനാപുരത്ത്, എനിക്ക് വർഷങ്ങളുടെ അറിയാം. അവരെല്ലാം ഇങ്ങനത്തെ ആളുകളാണ്. അവരൊക്കെ ഒരുപാട് തമാശകളും എല്ലാവരും പോസിറ്റീവ് വൈബുള്ളവരാണ്. ഈ ജനന സമയം എപ്പോഴും നമ്മൾ ജ്യോത്സ്യന്മാരെ കാണുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ജനന സമയമാണല്ലോ ചോദിക്കും. ജനന സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നമുക്ക് ഏകദേശം അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം ഈ കുട്ടി ജനിക്കുന്നത് നേരത്തെ 9 മാസം 9 ദിവസവും ആകുമ്പോൾ അവര് വേണമെന്ന് വെച്ച് പുറത്തേക്ക് വരുന്ന സമയമാണല്ലോ അവരുടെ ജനന സമയം എക്സാക്ട്ലി. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ സമയത്തിനനുസരിച്ചാണല്ലോ കുഞ്ഞ് ഏത് നാള്, അത് സിസേറിയൻ ഏത് നാള് നമ്മൾ വേണമെന്ന് പറയുന്നു, ഡോക്ടറുടെ അവധി, അതെല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ജനന സമയത്തിനുള്ള പ്രാധാന്യം എങ്ങനെയാണ് ഹരിച്ചേട്ടാ? ശരിക്കും ഈ പ്രസവമാണെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സിസ്റ്റർമാര് പറഞ്ഞു കൊടുക്കുന്ന ടൈം കുറച്ച് പ്രസവം കഴിഞ്ഞിട്ടുള്ള ടൈം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ ജ്യോതിഷികൾക്കിടയിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു തർക്കമുണ്ട്, എപ്പോഴത്തെ സമയമാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ. ജ്യോതിഷത്തിൻ്റെതായ ഒരു നിയമമുണ്ട്, നഷ്ടജാതകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സമയം കണ്ടെത്താമെന്നത് ജ്യോതിഷത്തിലെ നിയമമാണ്. ജ്യോതിഷത്തിൽ ഈ സമയം എന്നുള്ളതിനേക്കാൾ അതിനോടൊപ്പം തന്നെയാണ് സ്ഥലത്തിന്റെ ഒരു പ്രാധാന്യം. ദുബൈയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇവിടുത്തെ ടൈമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഹൊറോസ്കോപ്പ് എടുത്താൽ ശരിയാകില്ല. അവിടുത്തെ അക്ഷാംശവും രേഖാംശവും വെച്ചിട്ട് അവിടുത്തെ ടൈം കണക്കാക്കി അങ്ങനെയാണ് എടുക്കാറുള്ളത്. അപ്പം താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഈ സമയം എക്സാക്ട് ടൈം ആയിരിക്കത്തില്ല, പിന്നെ സിസേറിനൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷെ ജ്യോതിഷത്തിൽ ഒരു നഷ്ടജാതകം എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനത്തെ പല ഓപ്ഷൻസ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ജ്യോതിഷത്തില് ഉണ്ട്. അപ്പോ നമുക്ക് വളരെയധികം നന്ദി. രാവിലെയൊക്കെ ഒരുപാട് ആശംസകൾ 2 കാര്യത്തിന്. ഒന്ന്, പാട്ട് പഠിക്കുന്നതിന് ആശംസകൾ, മുന്നോട്ട് പോട്ടെ. പിന്നെ സിനിമ അഭിനയം നന്നായി പോട്ടെ. ടീച്ചർ പാട്ട് പഠിപ്പിച്ച് നിർത്താതിരുന്നാൽ മതി. ആ ടീച്ചർക്ക് ആദ്യം ആശംസ തരണം. ന്യൂസ് 18 ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് ന്യൂസ് 18ൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കും ഇതുവരെ നാളെ സുഹൃത്തുക്കളാകാൻ പോകുന്നവർക്കും എല്ലാവിധ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു ഹരിച്ചേട്ടാ. താങ്ക് യു. നമുക്കിനി